പത്മരാജൻ ആരായിരുന്നു? ഇതൊക്കെ വിശദീകരിക്കാൻ പോയാൽ പത്മരാജനെക്കുറിച്ച് തന്നെ അനേകം സമയം നമുക്ക് പറയാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ സവിശേഷതകളൊക്കെ. ഇപ്പോൾ 69-ാമത്തെ വയസ്സിൽ നമ്മളെ വിട്ടുപോയ ശ്രീനിവാസൻ സാറിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പോകാനുള്ള സമയമായില്ല, അല്ലെങ്കിൽ അതിനുള്ളിൽ ഒരു 3 ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്നത് ചെയ്തു എന്ന്. 45-ാമത്തെ വയസ്സിലാണ് പത്മരാജൻ നമ്മളെ വിട്ടുപോകുന്നത്. വെറും 45 വയസ്സ്. ഒന്നാലോചിച്ച് നോക്കണം. 19-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ആദ്യത്തെ കഥ എഴുതുന്നത്, അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്തു വരുന്നത്. ലോല മിൽഫോർഡ് എന്ന അമേരിക്കൻ പെൺകിടാവ് 1965. തുടർന്ന് വെറും ഒരു ചെറിയ സമയപരിധി, ആ സമയപരിധിക്കുള്ളിൽ 150-ലേറെ കഥകൾ, 36 തിരക്കഥകൾ, 14 നോവൽ, ഒരു കവിത, ഇങ്ങനെ അനേകം. ഒരു മനുഷ്യായുസ്സിന് ഇതുപോലെ ഇത്രയും സംഭാവന ചെയ്ത മറ്റൊരു ജീനിയസ് ഇല്ല. പത്മരാജൻ സാറിൻ്റെ കൃതികളെയും സിനിമകളെയും അത് കാലത്തിന് മുമ്പേ പറന്നവയാണ്. നിങ്ങൾക്കറിയാം, പത്മരാജൻ സാറ് തിങ്കളാഴ്ച നല്ല ദിവസം എന്ന സിനിമ എടുക്കുമ്പോൾ കേരളത്തിൽ വൃദ്ധസദനങ്ങൾ ഉണ്ടായിരുന്നില്ല. പത്മരാജൻ സാറ് പറന്ന് എന്ന സിനിമ എടുക്കുമ്പോൾ കേരളത്തിൽ ബ്യൂട്ടി പാർലറുകൾ ഉണ്ടായിരുന്നില്ല. പത്മരാജൻ സാറ് പ്രതിമയും രാജകുമാരിയും എന്ന നോവൽ എഴുതുമ്പോൾ കേരളത്തിൽ അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ ജീവിതത്തെ, ഇതിനൊക്കെ അപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ സംഘപ്പൊരുൾ എന്ന് പറയുന്ന കഥ വായിച്ചാൽ ഇന്നത്തെ രാഷ്ട്രീയമാണ്. അപ്പോൾ ഇങ്ങനെ കാലത്തിന് എത്രയോ മുമ്പ് സഞ്ചരിച്ചയാളാണ് പത്മരാജൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥയും നോവലും സിനിമയും ജീവിതവും ഒക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്, വിസ്മയിപ്പിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ പാട്ടുകളും അങ്ങനെയാണ്. അപ്പം ഞാൻ വളരെ കൗതുകത്തിന് അദ്ദേഹത്തിൻ്റെ സിനിമയിലെ പാട്ടുകളും നോക്കി. അദ്ദേഹം സിനിമയിലേക്ക് വരുന്നത് 1975-ലാണ്. 17 പാട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ 17 പാട്ടിൻ്റെയും ആദ്യം അതിൻ്റെ വ്യാഖ്യാനങ്ങളോ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തുടക്കത്തിൽ നിന്ന് പറഞ്ഞിട്ട് അതിലേക്ക് പോകാമെന്ന് കരുതിയത്. 1975-ൽ പ്രയാണം എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് പത്മരാജൻ, ഭരതൻ സംവിധാനവും പത്മരാജൻ തിരക്കഥ സംഭാഷണവുമായിട്ട് മലയാള സിനിമയിലേക്ക് വരുന്നത്. ആ സിനിമയിൽ പാട്ടെഴുതിയത് 5 പാട്ടായിരുന്നു. ആ സിനിമയിൽ 3 പാട്ടെഴുതിയത് സാക്ഷാൽ വയലാർ രാമവർമ്മയാണ്. ഒരു പാട്ട് ബിച്ചു തിരുമലയും ഒരു പാട്ട് യതീന്ദ്രദാസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുമാണ് എഴുതിയത്. അന്ന് തുടങ്ങിയ പത്മരാജൻ സിനിമകളിൽ അന്ന് തുടങ്ങിയ പാട്ടിൻ്റെ യാത്രയാണ്. പിന്നെ എത്രയോ മനോഹരമായ പാട്ടുകൾ. ഞാൻ വെറുതെ ഇവിടെ ഇരുന്ന് കുറച്ച് മുമ്പ് എണ്ണി നോക്കി. ഒരു 50ഓളം പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ വന്നു. അതിൽ തന്നെ ഒരു 28 പാട്ട് ഒരിക്കലെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയിട്ടില്ല. അങ്ങനെയുള്ളൊരു 28 പാട്ടുണ്ട്. ഞാൻ ആ പാട്ട് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം, കാരണം എല്ലാ പാട്ടും ഇവിടെ പാടുന്നില്ല. അദ്ദേഹത്തിൻ്റെ 2ാമത്തെ സിനിമയാണ് ഇതാ ഇവിടെ വരെ. അതിൽ യൂസഫ് അലി കേച്ചേരിയും ദേവരാജൻ മാസ്റ്ററുമായിരുന്നു. അതിൽ വെണ്ണയോ, നിങ്ങൾക്ക് അറിയാമായിരിക്കും, വെണ്ണയോ വെണ്ണിലാവുറഞ്ഞതോ എന്നുള്ള പാട്ട്. അതുപോലെ എന്തോ ഏതോ എങ്ങിനെയോ എൻ്റെ മനസ്സിനൊരാലസ്യം എന്ന് പറയുന്ന പാട്ട്. ഇത് രണ്ടും അതിലെ പാട്ടാണ്. 3ാമത്തെ സിനിമ രതി നിർവേദം 1978-ൽ കാവാലം നാരായണ പണിക്കരും ദേവരാജൻ മാസ്റ്ററുമായിരുന്നു. അതിലെ പാട്ട് ഇവിടെ പാടുന്നുണ്ട്. കാലം കുഞ്ഞു മനസ്സിൽ ചായം പൂട്ടി എന്ന് പറയുന്ന പാട്ട്. അതുപോലെ തിരുതിരുമാരൻ കാവിൽ ആദ്യ വസന്തം കൊടിയേറി എന്ന് പറയുന്ന പാട്ട്. 4ാമത്തെ സിനിമ വാടകയ്ക്കൊരു ഹൃദയമായിരുന്നു. അതിലും കാവാലം നാരായണ പണിക്കരും ദേവരാജൻ മാസ്റ്ററുമായിരുന്നു. പൂവാം കുഴലി പെണ്ണിനുണ്ടൊരു കിളുന്നു പോലുള്ള മനസ്സ് എന്നുള്ള പാട്ട് അതിമനോഹരമായ പാട്ടാണ്. പൂവാങ്കുഴലിയൊക്കെ പ്രയോഗിക്കുന്നത് കാവാലം സാറിനെ പറ്റുള്ളൂ. അങ്ങനെ മനോഹരമായ പാട്ട്. 5, 6, 7, 8 സിനിമകളിൽ പാട്ടുണ്ടായിരുന്നില്ല. 9ാമത്തെ സിനിമ തകര. അതിൽ MG രാധാകൃഷ്ണൻ, പൂവച്ചൽ ഖാദർ, പശ്ചാത്തല സംഗീതം ജോൺസൺ മാസ്റ്റർ. അതിൽ 2 പാട്ട്, മൗനമേ നിറയും മൗനമേ എന്നുള്ള പാട്ട് ഇവിടെ പാടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മൗനമേ നിറയും മൗനമേ എന്നുള്ള പാട്ട്. കുടയോളം ഭൂമി, കുടയോളം ഭൂമി കുടത്തോളം കുളിര്, കുളിരാം കുരുന്നിലെ ചൂട്, നുരയിടും പതയിടും നുര തിരമാലം പെണ്ണിൻ്റെ ചേല് എന്ന് പറയുന്ന പാട്ട് അതീവ രസകരമാണ്. പൂവച്ചൽ ഖാദറാണ് അത് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ 10ാമത്തെ സിനിമയാണ് ശാലിനി എൻ്റെ കൂട്ടുകാരി. അതിൽ
രണ്ട് പാട്ടാണ് പ്രധാനപ്പെട്ടത്. ആ രണ്ട് പാട്ടും ഇവിടെ അവതരിപ്പിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന് സുന്ദരി നിൻ തുമ്പ് കെട്ടിയിട്ട ചുരുൾമുടിയിൽ, MD രാജേന്ദ്രൻ സാറിൻ്റെ രചന. അതുപോലെ ദേവരാജൻ മാസ്റ്ററുടെ സംഗീതമാണ്. അതിലെ വിഖ്യാതമായ ആ പാട്ട് എന്തായാലും ഇവിടെ പാടുന്നുണ്ട്. ഹിമശൈല സൈകത ഭൂമിയിൽ ഇന്നു നീ പ്രണയപ്രവാഹമായി വന്നു എന്ന് പറയുന്ന പാട്ട്. പിന്നീട് കൂടെവിടെ, 17ാമത്തെ സിനിമയായിരുന്നു കൂടെവിടെ. ആ സിനിമയിലൂടെ അദ്ദേഹത്തിൻ്റെ ഗുരു പാട്ടെഴുതാൻ തുടങ്ങി. അതുവരെ അദ്ദേഹം ഇല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗുരുവായ യൂണിവേഴ്സിറ്റി കോളേജിൽ അദ്ദേഹത്തിൻ്റെ അധ്യാപകനായ ONV കുറുപ്പ് സാർ ആദ്യമായി പത്മരാജൻ്റെ സിനിമയിൽ പാട്ടെഴുതുന്നത് ഈ 17ാമത്തെ സിനിമയിലാണ്. കൂടെവിടെ എന്നായിരുന്നു ആ സിനിമയുടെ പേര്. ജോൺസൺ മാസ്റ്ററുടെ സംഗീതം. ആടിവാ കാറ്റേ എന്നുള്ള പാട്ടും പൊന്നുരുകും പൂക്കാലം എന്നുള്ള പാട്ടും, ഇത് രണ്ടും, അതിലൊരു പാട്ട് ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. രണ്ടുമുണ്ട്, രണ്ട് പാട്ടും പാടുന്നുണ്ട്. 20ാമത്തെ സിനിമ കാണാമറയത്ത്, ബിച്ചു തിരുമലയുടെ രചന, ശ്യാം സംഗീതം, ഗുണസിംഗിൻ്റെ പശ്ചാത്തല സംഗീതം. അതിൽ കസ്തൂരി മാൻ കുരുന്നേ എന്ന് പറയുന്ന പാട്ട്, ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ എന്ന് പറയുന്ന രണ്ട് പാട്ട്. 23ാമത്തെ പാട്ട് ഒഴിവുകാലം. അന്നൊരു പുതിയ ഗാനരചയിതാവിനെ അദ്ദേഹം അവതരിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഭരതൻ സാറായിരുന്നു അതിൻ്റെ സംവിധാനം. അതിലാണ് K. ജയകുമാർ എന്ന് പറയുന്ന കളക്ടറും ചീഫ് സെക്രട്ടറിയും ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റുമായ K. ജയകുമാർ സാർ വരുന്നത്. അതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സിനിമയിൽ ഒരു പാട്ട് അദ്ദേഹം എഴുതിയിരുന്നു പണ്ട്. അത് മന്ദാര മണമുള്ള കാറ്റ് എന്ന് പറയുന്ന പാട്ട്. അത് അദ്ദേഹം തന്നെ പറയുന്നത് അത് ഒരു അച്ഛൻ്റെ സിനിമയിൽ മകൻ എഴുതിയ പാട്ടെന്ന് കണക്കാക്കിയാൽ മതി. ആദ്യമായിട്ട് എഴുതിയത് സായന്തനം നിഴൽ വീശിയില്ല. ആ പാട്ടിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി പറഞ്ഞ് ഞാൻ എൻ്റെ പാട്ട് വഴിയോരത്തിൽ ഇട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ആ പാട്ടുണ്ടായത്, ആ പാട്ട് എഴുതി, ആ പാട്ട് സമർപ്പിച്ചപ്പോൾ എങ്ങനെയാണ്, ആ പാട്ട് എന്തുകൊണ്ടാണ് സായന്തനം നിഴൽ വീശിയില്ല എന്ന് എഴുതാനുള്ള കാരണം എന്താണ്, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സൗകര്യം പോലെ കാണുക. സമയം കിട്ടുമെങ്കിൽ ഞാൻ ഇടയ്ക്ക് പറയാം. 24ാമത്തെ പാട്ട് ദേശാടനക്കിളി കരയാറില്ല. വളരെ പ്രസിദ്ധമായ സിനിമയാണ്. 1986 വന്നു. ONV രവീന്ദ്രൻ മാസ്റ്റർ, SP വെങ്കടേഷിൻ്റെ പശ്ചാത്തല സംഗീതം. അതിൽ വാനമ്പാടി വാനമ്പാടി ഏതോ തീരങ്ങൾ തേടുന്ന വാനമ്പാടി എന്നുള്ള പാട്ട് അതിലെ പാട്ടാണ്. അതുപോലെ പൂവേണോ പൂവേണോ എന്നുള്ള പാട്ട്, രണ്ട് പാട്ട് അതിലെ പ്രധാനപ്പെട്ട പാട്ടുകൾ. 28ാമത്തെ സിനിമ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. എല്ലാവരും കണ്ട സിനിമയായിരിക്കും ഇവിടെ ഇരിക്കുന്നവർ. ONV സാറും ദേവരാജൻ മാസ്റ്ററും ONV സാറും ജോൺസൺ മാസ്റ്ററും. അതിൽ പവിഴം പോൽ പവിഴാധരം പോൽ എന്നുള്ള പാട്ട്, ആകാശമാകെ എന്ന പാട്ട്. 29ാമത്തെ സിനിമയിൽ ശ്രദ്ധിക്കപ്പെട്ട എന്ന് വെച്ചാൽ പാട്ടുകൾ ശ്രദ്ധിക്കപ്പെട്ട സിനിമയല്ല. 30ാമത്തെ സിനിമ, അതിലെ പാട്ടുകൾ തൂവാനത്തുമ്പികൾ, എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. മേഘം പൂത്തു തുടങ്ങി, ഒന്നാം രാഗം പാടി. ഈ രണ്ട് പാട്ടുകളും ഉണ്ടായതിന് പിന്നിലൊരു സർപ്രൈസ് ഉണ്ട്, ഒരു വലിയ വിസ്മയമുണ്ട്. സമയം കിട്ടുമെങ്കിൽ ഞാനത് പറയാം. അത് അങ്ങനെയും പാട്ടുണ്ടാകുമോ എന്ന് തോന്നത്തക്ക തരത്തിലുള്ള ഒരു വിസ്മയം അതിലുണ്ട്. ഒരു ചെറിയ പിണക്കത്തിൻ്റെ കഥയുണ്ട്. ആ പാട്ട്, ആദ്യത്തെ പാട്ടുകൾ മാറ്റിയതിൻ്റെ കഥയുണ്ട്. സമയം കിട്ടിയാൽ ഞാനത് പറയാം. പിന്നീട് മൂന്നാം പക്കം, 32ാമത്തെ സിനിമ. മൂന്നാം പക്കത്തിൽ പ്രധാനപ്പെട്ട രണ്ട് പാട്ടുണ്ട്. അതിലൊരു പാട്ട് ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. താമരക്കിളി പാടുന്നു തൈതൈതകതോ എന്ന് പറയുന്ന പാട്ട് ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. G. വേണുഗോപാലിന് സംസ്ഥാന അവാർഡ് കിട്ടിയ പാട്ട് ഉണരുമീ ഗാനം എന്ന പാട്ടും അതിലേതാണ്. ഇളയരാജ സാറിൻ്റെ മ്യൂസിക്, ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ രചന. തൂവാനത്തുമ്പിയിലും ശ്രീകുമാരൻ തമ്പി സാറായിരുന്നു. പെരുമ്പാവൂർ G. രവീന്ദ്രനാഥ് അദ്ദേഹമായിരുന്നു സംഗീത സംവിധാനം. മോഹൻ സിതാരയുടെ ഓർക്കസ്ട്രേഷൻ. 34ാമത്തെ സിനിമ ഇന്നലെ. കൈതപ്രം സാറായിരുന്നു രചന, പെരുമ്പാവൂർ സാറിൻ്റെ സംഗീതം. രണ്ട് പ്രധാനപ്പെട്ട പാട്ടുകൾ. നീ വിൺ പൂ പോൽ എന്നുള്ള പാട്ട്. ആ പാട്ടിനോട് എനിക്ക് വല്ലാത്തൊരു അടുപ്പമുണ്ട്. ആ പാട്ടിൻ്റെ കഥ, ആ പാട്ടുണ്ടായതിനെ സംബന്ധിച്ചൊരു കഥ പറഞ്ഞു. ആ കഥയാണ് ആദ്യമായി വൈറലാകുന്നത്, മുറിച്ചിട്ടിട്ട് വൈറലാകുന്നത്. നീ വിൺ പൂ പോൽ. അതൊരു രസകരമായ കഥയാണ്. ആ കഥ പറ്റുമെങ്കിൽ, സമയം കിട്ടുമെങ്കിൽ പറയാം. അതുപോലെ കണ്ണിൽ നിൻമെയ്യിൽ ഓർമ്മപ്പൂവിൽ എന്ന് പറയുന്ന പാട്ട്. അവസാനത്തെ സിനിമ, 36ാമത്തെ സിനിമ ഞാൻ ഗന്ധർവൻ. 1991 ജനുവരിയിൽ വന്ന സിനിമ ഞാൻ ഗന്ധർവൻ. 3 പ്രധാനപ്പെട്ട പാട്ടുകൾ. ഒന്ന് ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം, അത് കൈതപ്രം സാറിൻ്റെ രചന, ജോൺസൺ മാസ്റ്ററിൻ്റെ സംഗീതം. അതിൽ രണ്ടാമത്തെ പാട്ട് ദേവി ആത്മരാഗമേകാൻ എന്നുള്ള പാട്ട്. മൂന്നാമത്തെ പാട്ട് ചിത്രചേച്ചിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാലപ്പൂവേ നിൻ തിരുമംഗല്യ താലി തരൂ എന്നുള്ള പാട്ട്.
ഈ പാട്ടിനെല്ലാം തന്നെ ഈ പാട്ടിന് സവിശേഷമായ ചില രസകരമായ കഥകളുണ്ട്. ഈ പാട്ട് ജനിച്ചതിൽ ചില കഥകളുണ്ട്. ഈ പാട്ടിന് സവിശേഷമായ ചില അർത്ഥങ്ങളുണ്ട്. ചില പ്രയോഗ ലുപ്തതകൾ, ചില വീഴ്ചകൾ എന്ന് പറഞ്ഞാൽ വിമർശകർ ചൂണ്ടിക്കാണിച്ച, എനിക്കങ്ങനെ വീഴ്ചയെ തോന്നുന്നില്ല, വിമർശകർ ചൂണ്ടിക്കാണിച്ച ചില വീഴ്ചകളുണ്ട്. ഇതൊക്കെ സമയം കിട്ടുവാണെങ്കിൽ ഞാൻ പറയാം. നമുക്ക് ആദ്യത്തെ പാട്ട് കേൾക്കാം. പാട്ട് പാടുന്നവരെ രഘു സാറൊന്ന് പരിചയപ്പെടുത്തും എല്ലാവരെയും, കാരണം എല്ലാവരുടെയും പേരെനിക്കറിയില്ല. രഘു സാറ് പരിചയപ്പെടുത്തും. ആദ്യത്തെ പാട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ONV സാർ എഴുതി, ജോൺസൺ മാസ്റ്റർ സംഗീത സംവിധാനം നിർവഹിച്ച് ആദ്യമായി ONV സാറ് പത്മരാജൻ സാറിന് വേണ്ടി എഴുതിയ ആടിവാ കാറ്റ് എന്നുള്ള പാട്ടാണ്. പാടുന്നത് റീന മുരളി എന്ന് പറയുന്ന അനുഗ്രഹീത ഗായികയാണ്.